JP നദ്ദ BJP അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞേക്കും. കാലാവധി ഈ മാസം അവസാനം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ശിവരാജ് സിംഗ് ചൗഹാനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് രുജീഷ് നൽകും. രുജീഷ്, മറ്റെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ? തെരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന NDA സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിച്ചെങ്കിൽ കൂടി BJPക്ക് ഒറ്റയ്ക്കുള്ള കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. കഴിഞ്ഞ 2 തവണയും കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്നു. ഇത്തവണ 240 സീറ്റിലേക്കാണ് BJP കൂപ്പുകുത്തിയത്. അതാണ് ഈ വലിയ തരത്തിൽ ചർച്ചയാകുന്നത്. JP നദ്ദ തുടരേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ JP നദ്ദയെ കാര്യമായി ഈ ഒരു പാർട്ടിയിൽ മറ്റൊരു വിഷയമില്ലാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ആലോചനയെന്നാണ് റിപ്പോർട്ടുകൾ. JP നദ്ദയെ രാജ്യസഭാ നേതാവാക്കി മാറ്റി പുതിയ ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ആലോചന. അതിൽ ശിവരാജ് സിംഗ് ചൗഹാന്റെ പേരാണ് കൂടുതലായി കേൾക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും നരേന്ദ്രമോദിക്ക് എതിരാളിയായി BJPയിലെ തന്നെ മറ്റൊരു വിഭാഗം ഉയർത്തിക്കാണിച്ച നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. 6 തവണ MP ആയി ഇത്തവണ വിദിഷയിൽ നിന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് 8 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. കഴിഞ്ഞ 2004 മുതൽ 2023 വരെ ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയുമാണ്. അപ്പോൾ അത്രയും ജനകീയനായ ഒരു നേതാവിനെ ദേശീയ തലത്തിൽ തന്നെ വീണ്ടും സജീവമാക്കാൻ തന്നെയാണ് BJPയിലെ ഒരു വിഭാഗം ആലോചിക്കുന്നത്. അങ്ങനെയാണ് ശിവരാജ് സിംഗ് ചൗഹാന്റെ പേരിന് കൂടുതൽ മുൻതൂക്കം ഉണ്ടാകുന്നത്. എന്തായാലും ആ തരത്തിൽ നദ്ദയുടെ ടേം എന്തായാലും ഈ മാസം അവസാനിക്കുകയാണ്. ഇനി ഇത് ഉയർത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ BJPക്ക് തന്നെ അതിന്റെ നിലവിലൊരു പരാജയം നേരിട്ട സാഹചര്യത്തിൽ വീണ്ടും ടേം ഉയർത്തേണ്ടതില്ല എന്ന ആവശ്യം തന്നെയാണ് BJPയിൽ ഒരു വിഭാഗത്തിനുള്ളത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജൂൺ വരെ നദ്ദയുടെ കാലാവധി നീട്ടിക്കൊടുത്തിരുന്നത്. അത് ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഉടൻ തന്നെ ഈ ഒരു കാര്യത്തിൽ BJPയുടെ പാർലമെന്ററി പാർട്ടിയും അതോടൊപ്പം മുതിർന്ന നേതാക്കളുമായിട്ടുള്ള ചർച്ചകൾ തുടങ്ങും. എന്തായാലും അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ള നേതാക്കൾക്ക് ഈ പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചുമതല കൂടി പാർട്ടി നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ശിവരാജ് സിംഗ് ചൗഹാന് തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. എന്തായാലും നദ്ദയെ മാറ്റുമ്പോൾ നേരിട്ട് പാർട്ടിയിൽ നിന്ന് മാറ്റുന്ന തരത്തിലായിരിക്കില്ല, രാജ്യസഭാ നേതാവാക്കി മാറ്റുകയായിരിക്കും. എന്തായാലും അത് അത്തരം ഒരു സാഹചര്യം ഉരുത്തിരിയുന്നത് നിലവിൽ BJPക്ക് ഏറ്റ തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ ഉത്തർപ്രദേശിലടക്കം വലിയ തിരിച്ചടിയാണ് രാമക്ഷേത്രത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ പോലും BJPക്ക് നേരിടേണ്ടി വന്നത്. ഇത് ദേശീയ നേതൃത്വത്തിലുണ്ടായ പിഴവുകൾ എന്നുകൂടിയാണ് പാർട്ടി മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു നദ്ദയുടെ കാലാവധി നീട്ടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതെ, ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഇപ്പോൾ JP നദ്ദ BJP അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ശിവരാജ് സിംഗ് ചൗഹാനെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് രുജീഷ് രവീന്ദ്രൻ.